എന്തുകൊണ്ടാണ് ആക്ച്വലി കമ്പനികൾ പലപ്പോഴും സിക്ക് യൂണിറ്റുകളാകുന്നത്? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇന്ത്യയിൽ സിക്ക് യൂണിറ്റ് ആകുന്ന കമ്പനികളെ പറ്റി, സിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന കമ്പനികളെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഓരോ വർഷവും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ ഇത് ആയിരക്കണക്കിനായിട്ടുള്ളത് പൂട്ടിപ്പോകുന്നുണ്ട്, അല്ലെ സിക്ക് യൂണിറ്റായിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? പ്രധാനമായിട്ടും ഈ തുടങ്ങുന്ന കമ്പനികൾക്കൊക്കെ തന്നെ നല്ലൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ടല്ല ഇത് പൂട്ടിപ്പോകുന്നത്. നമ്മൾക്ക് ബേസിക്കലി ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റ്, ധനകാര്യ മാനേജ്മെൻറ്റിൽ വരുന്ന പാളിച്ചകൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്ഡേറ്റ് ആകുന്നതനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പുതിയ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് ഒരിക്കലും ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല. ഈ രണ്ട് കാരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു യൂണിറ്റിനെ സിക്കാക്കുന്നത്. അപ്പോൾ ഒരു സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യർക്ക് അസുഖം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആശുപത്രിയെ അഭയം പ്രാപിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഓരോ മനുഷ്യനും തിരിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെയാണ്. അത് വർക്ക് ചെയ്തതിന് ശേഷം വേണം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാനേജ്മെൻറ്റിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, റവന്യൂ ഉണ്ടാക്കാനായിട്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട്. അപ്പോൾ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും പൂട്ടിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടുമാണ്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ, ഇപ്പോൾ പലപ്പോഴും ഒരു സ്ഥാപനം പൂട്ടിപ്പോകുന്നതിന് മുമ്പായിട്ട് എന്ത് കാരണം കൊണ്ടാണ് അത് പൂട്ടിപ്പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ആ സംരംഭകർക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനെയാണ് സിക്ക് യൂണിറ്റ് റിവൈവൽ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന പാളിച്ചകൾ? അതായത് ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം ശരിയാക്കുന്നതിൽ കമ്പനിക്ക് വരുന്ന പാളിച്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൾക്കാർ അമിതമായിട്ട് വായ്പകൾ എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് സംഭവിക്കുന്നത്. അതായത് നമ്മൾക്ക് സാധാരണഗതി കാണാൻ പറ്റും, ഒരു സ്ഥാപനം തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും നമ്മളോട് സാധാരണ സംസാരിക്കുന്ന ഒരു വാക്കാണ് എല്ലാം റോളിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ റോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ റോളിങ് വായ്പയിലൂടെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് അതിനെ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ത് അമിതമായാലും അത് തീർച്ചയായിട്ടും ദോഷകരമായിട്ട് ബാധിക്കും. കാരണം എത്ര ലോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് EMI അടയ്ക്കുന്നതിൻ്റെ എണ്ണം കൂടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് കൂടും. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടുകളും കമ്പനിയുടെ അക്കൗണ്ട് നമ്മളിൽ മിക്സ് ചെയ്യും. ഇത് വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവർ വിശ്വസിക്കുന്നത് എൻ്റെ കമ്പനിയാണ്, എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് പൈസ എടുക്കാം, ഇതിൽ നിന്ന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവാക്കാം എന്നുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനി സാധാരണഗതിയിൽ വർക്ക് ചെയ്യാനായിട്ട് എത്ര പൈസയാണ് നമുക്ക് വേണ്ടത്, സ്റ്റോക്കിന് എത്ര പൈസ വേണം, പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പൈസയാണ് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾക്ക് സാലറീസിന് എത്ര പൈസ വേണം. അപ്പോൾ ഇങ്ങനെ പല അക്കൗണ്ടുകളിലേക്കാണ് നമുക്ക് ബഡ്ജറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ അക്കൗണ്ടുകളിൽ വരാത്ത ഒരു പൈസ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിലേക്ക് എടുക്കുമ്പം തീർച്ചയായിട്ടും അത് കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പല ഓൺട്രപ്രണേഴ്സും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ കമ്പനികളിൽ തന്നെ നമ്മൾക്ക് ലോൺ എടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അത് ഡയറക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ, ഫൗണ്ടേഴ്സായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ കമ്പനിയിൽ തന്നെ വേണമെങ്കിൽ പണം ലോണായിട്ട് എടുക്കാം, എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരിക്കലും കറക്റ്റായിട്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഇതേ സമയത്തെയാണ് ചിലപ്പോൾ മാർക്കറ്റ് ഇടിയുന്നെങ്കിൽ കണ്ടോളൂ എന്ത് സംഭവിക്കും. നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൈസ എടുത്ത് ചിലവാക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് സമയാസമയത്ത് ഓർഡറുകൾ കിട്ടും, ആ ഓർഡറുകൾ ക്യാഷായിട്ട് മാറും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അത് സമയാസമയത്ത് നടന്നില്ലെങ്കിലോ, അതായത് ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ വളരെ വലിയ കമ്പനികളെ ഉദ്ദേശിച്ചല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതുപോലെ ചെറുകിട സ്ഥാപനങ്ങളാണ്.
ചെറുകിട സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും മാർക്കറ്റിൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാകത്തില്ല അത് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിൽ പറയാൻ അനവധി കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അടുത്തടുത്ത വീഡിയോകൾ അതിനെപ്പറ്റി സംസാരിക്കാം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങളുടെ കമ്പനിക്കൊരു സംവരണ നിധിയുണ്ടോ, നിങ്ങൾക്കൊരു ബാക്കപ്പ് മണി സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പണം കരുതി വെക്കാറുണ്ട്. അതുപോലെ ഇടത്തരം സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു സംവരണ നിധി വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ മൊത്തം വരുമാനത്തിൻ്റെ എത്ര % ഈ സംവരണ നിധിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മാർക്കറ്റിൽ വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ മാറ്റേണ്ട അവസരം ഉണ്ടായിരിക്കാം. അല്ലായെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് മാറ്റണമായിരിക്കാം. മാർക്കറ്റിൽ എന്താണ് പുതുതായിട്ട് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യണം, പ്രോഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഇതിൽ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ തിരുപ്പൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പോലും അവർ ഉൽപ്പാദനം കഴിഞ്ഞ് റെഡിയായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരിക്കലും വിറ്റുപോകാത്ത രീതിയിൽ കെട്ടിക്കിടന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ചെറുകിട ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പാദകർക്കും ചില സമയങ്ങളിൽ അവരുടെ പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം നമ്മളിവിടുന്നൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് നമ്മളത് വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തേക്ക് അവിടുത്തെ ഡിമാൻഡ് ഇതിന് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് നീഡ് ഇതിന് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ പ്രോഡക്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടും മാർക്കറ്റിലേക്ക്. അതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രൊഡക്റ്റുകളായിക്കോട്ടെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ USA അയക്കുകയാണ്, USA എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മാനുഫാക്ചർ ചെയ്ത് റെഡിയാക്കി അവിടെ എത്തിച്ചേരുമ്പോഴത്തേന് ഇത്ര സമയം എടുക്കും. ആ സമയത്തെ അവിടുത്തെ മാർക്കറ്റ് ഡിമാൻഡ് എന്തായിരിക്കും, അത് അവിടുത്തെ കാലാവസ്ഥ എന്താണ്, ശരിക്കും ജോഗ്രഫിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ്, എക്കണോമിക് സിറ്റുവേഷൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒന്ന് തിരിച്ചു വരികയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുകയോ, അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസമായിരിക്കും ഇത് വേണ്ടെന്ന് പറയാൻ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഉൽപ്പന്നങ്ങളായിക്കോട്ടെ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സോ ദാറ്റ് നമുക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാനായിട്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെക്യൂരിറ്റികളെ സംബന്ധിച്ച് പലപ്പോഴും കാണാറുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ വരുന്നു. കോമ്പറ്റീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ബെറ്ററാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ ഡിസിഷൻസും എടുത്ത് ബിസിനസ് മാനേജ് ചെയ്യാൻ നിങ്ങൾ തന്നെയാണോ? നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വേറെ ആൾക്കാരുണ്ടോ ഇല്ലയോ? അതായത് ഒരു സിസ്റ്റം പ്രൊസീജിയേഴ്സും നിങ്ങൾക്കുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സിസ്റ്റം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹയറാർക്കി, ഓർഗനൈസേഷണൽ ഹയറാർക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര ചെറിയ സ്ഥാപനം ആയിക്കോട്ടെ, നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ മാത്രം എടുക്കുന്നു എന്നുള്ള ഒരു സ്റ്റൈല് നിങ്ങളെ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് കൊണ്ടുവരും. കാരണം നിങ്ങളുടെ അഭാവത്തിൽ അവിടെ ഡിസിഷൻ എടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സെക്കൻഡ് ലൈൻ ഓഫ് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളൊരു എക്സാമ്പിൾ പറയാം. അത് 2014 നടന്നൊരു സംഭവമാണ്. എന്നെ അപ്രോച്ച് ചെയ്തൊരു കമ്പനി, ആ കമ്പനിക്ക് ബാങ്ക്രപ്റ്റായി. അവർ ഏകദേശം ഒരു 15 കോടി രൂപയ്ക്ക് മേലിൽ അവർ അവിടെ ലോൺ NPA ആയിപ്പോയി. അപ്പോൾ 15 കോടി രൂപയ്ക്ക് മേളിൽ അവർക്ക് കടമുണ്ട്. അത് ഒരു 15 ദിവസത്തിനകത്ത് ആ കടം വീട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എൻ്റെ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യും.
അപ്പോൾ ഈ സ്ഥാപനത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, ഒരു സ്ഥലത്ത് തന്നെയല്ല. അപ്പോൾ 15 ദിവസം മാത്രമേ ഉള്ളൂ ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനം മൊത്തമായിട്ട് ജപ്തി ചെയ്തു പോകും. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇവരുടെ ബിസിനസ്, മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നതാണ്. അതിലൊരു 150 കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്, 3 ഷിഫ്റ്റ് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് നല്ല പ്രോഫിറ്റ് ഉണ്ട്, അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഭയങ്കര അക്സെപ്റ്റൻസിയാണ്. പക്ഷേ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഒരു ബാങ്ക്രപ്സിയെ ഫേസ് ചെയ്യുന്നത്, അത് നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് കയറി സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാ കമ്പനികൾക്കും പലതരത്തിലുള്ള അക്കൗണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ 150 എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് മാനേജേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഒരു കമ്പനി മാനേജ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റമുകളും അവിടെയുണ്ട്. പ്രൊഡക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൊമോഷൻ പ്രോഗ്രാമുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് സൈമൾട്ടേനിയസ്ലി ഈ കമ്പനി വേറെ 2 പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഈ മെയിനായിട്ടുള്ള യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഷെയറും ആക്ച്വലി ഈ 2ാമതും 3ാമതും ഡെവലപ്പ് ചെയ്ത് വന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക്, അത് 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈൻസ് ആയിരുന്നു. ഇവരുടെ മെയിനായിട്ടുള്ള പ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതും അതുപോലെ തന്നെ അതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടുള്ളതായിരുന്നു. അതായത് അതിനെല്ലാം എൻ്റെ ഡിഫറെൻറ്റ് മെഷീനറീസ് വേണം, സ്റ്റാഫുകൾ വേറെ വേണം, ട്രെയിനിങ്ങിന് വേറെ കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പുതിയ മാർക്കറ്റ് കണ്ടെത്തണം. അത് തീർച്ചയായിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു ഫോം തന്നെ ആയിരുന്നെങ്കിലും ഇവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ യൂണിറ്റിൽ നിന്ന് വളരെയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു പ്രശ്നം തന്നെ അല്ലായിരുന്നു, സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ പ്രോബ്ലം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 2ാമതും 3ാമതും വന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അത് പ്രോപ്പർ സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് ഇംപ്ലിമെൻറ്റേഷൻ പരാജയപ്പെട്ടു, അതിൻ്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരാനായിട്ട് താമസിച്ചു, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ സമയമെടുത്തു. ഇപ്പം നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അതിൽ നിന്ന് വരുന്ന അതിൻ്റെ റവന്യൂവിൻ്റെ മേജർ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് എന്താണോ ഉണ്ടായിരുന്നത് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം മേജർ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടി, അത് കടത്തിലേക്ക് പോയി, അവർക്ക് കടം അടയ്ക്കാൻ സാധിച്ചില്ല. ഇവർക്ക് പുറത്തു മാർക്കറ്റിൽ നിന്ന് പ്രൈവറ്റ് ഫണ്ടിൽ എടുക്കേണ്ടതായിട്ട് വന്നു. പ്രൈവറ്റ് ഫണ്ടുകൾ എടുക്കുമ്പോൾ സംഭവം എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ബാങ്കിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും വളരെയധികം കൂടുതൽ പലിശ കൊടുക്കണം, സമയാസമയത്ത് കൊടുക്കണം. അപ്പോൾ ഓൺട്രപ്രനറെ സംബന്ധിച്ച് അവർ വളരെയധികം പ്രഷറിലേക്ക് പോയി. അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇതെങ്ങനെ റിവൈവ് ചെയ്യണമെന്ന് അറിയത്തില്ല, ബാങ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതേ സാഹചര്യം നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഡക്ഷൻ ലൈനുള്ളൊരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ എപ്പോൾ എക്സ്പാൻഡ് ചെയ്യണം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, അതിന് എത്ര പണം നിങ്ങൾ കണ്ടെത്തണം, എത്ര പണമാണ് അതിന് മാറ്റി വെക്കേണ്ടത്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാന ഘടന ഉറപ്പാക്കാതെ അതിന് എക്സ്പാൻഷൻ ചെയ്യുക എന്നുള്ളത്. റീസെൻ്റ്ലി ഞങ്ങൾ അപ്രോച്ച് ചെയ്തൊരു കമ്പനി, ആക്ച്വലി അത് റിവൈവൽ ചെയ്തൊരു കമ്പനിയാണ്, റിവൈവൽ ഫോമിലേക്ക് പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവർ നമ്മളോട് പെട്ടെന്ന് ചോദിച്ചൊരു കാര്യം, സർ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഫ്രാഞ്ചൈസി കൊടുത്തുകൂടാ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ലോസിലാണ്, അവർക്ക് തന്നെ അവരുടെ സെയിൽസിൽ നിന്ന് പണം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അവരുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുമ്പോൾ അവരുടെ ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യലി അവർ സെക്വേർഡ് എല്ലാം തോന്നുമ്പോൾ അവർക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തുകൂടാ പുതുതായിട്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അടിസ്ഥാനമായിട്ടുള്ളൊരു ബിസിനസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളൊരു ബിസിനസ് ഇനിഷ്യേറ്റ് ചെയ്തു, ആ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അതിൻ്റെ റവന്യൂ ഉണ്ടാകുന്നു, അതിൻ്റെ ബാങ്ക് ലോണുകൾ കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നു, എംപ്ലോയീസിന് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നു, ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ സാധിക്കുന്നു, നിങ്ങളുടെ പ്രോഫിറ്റ് ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു, അനാവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അവർക്ക് തോന്നും എനിക്ക് പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയതായിട്ട് ഒരു ഫ്രാഞ്ചൈസി കൊടുത്താൽ എന്താണ്. പക്ഷേങ്കിൽ ഇങ്ങനെ സംഭവിക്കാത്തപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഫ്രാഞ്ചൈസി കൊടുത്ത് കുറച്ച് പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷനായിരിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാതെ, അടിസ്ഥാന ബിസിനസ്സിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിലയിരുത്താതെ, കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ ഫ്രാഞ്ചൈസികളിലേക്ക് പോയി കഴിഞ്ഞാൽ
നിങ്ങളുടെ ഫ്രാഞ്ചൈസികൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഫ്രാഞ്ചൈസി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് എൻ്റർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അതൊരു സക്സസ്ഫുൾ ബിസിനസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി സമീപിക്കുകയാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പനിയുടെ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉറപ്പാക്കേണ്ടത് നിങ്ങളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പ്രോഫിറ്റബിൾ ആണെന്നുള്ളതും അത് സസ്റ്റൈനബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾക്ക് വന്ന പല പ്രോജക്റ്റുകളും ഞങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് സസ്റ്റൈനബിലിറ്റി കുറഞ്ഞു പോകുന്ന ബിസിനസ്സുകൾ ഇപ്പോൾ ആരുടെയെങ്കിലും തലയിൽ അടിച്ചേൽപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പല ഓൺട്രപ്രണേഴ്സും നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണുകയും നിങ്ങളുടെ ബിസിനസ് മാക്സിമം ട്രസ്റ്റ് വർത്തി ആയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർ റവന്യൂ ജനറേഷൻ ലോങ് ടൈമിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലൈൻ ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി റീഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയി സ്ട്രെങ്ത് കൂട്ടുക എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ സെക്യൂരിറ്റികളെ പറ്റി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നതാണ്, നിങ്ങൾ സാധാരണഗതിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും പല പരസ്യങ്ങളും തൻ്റേതല്ലാത്ത കാരണങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പല പരസ്യങ്ങളുമുണ്ട്. ഇതുപോലെ പല ഓൺട്രപ്രണേഴ്സും അവർ പലപ്പോഴും അവരുടെ യൂണിറ്റുകൾ അവരുടെ അക്കൗണ്ട് NP ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നഷ്ടത്തിലാകുന്നു, അവർക്ക് ബിസിനസ് ഒരിക്കലും പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ മറ്റ് പല കാരണങ്ങളും ഉന്നയിക്കാറുണ്ട്. അതിലൊന്നാണ് എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടിട്ടാണ് എനിക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെന്നുള്ളത്. അത് പ്രധാനമായിട്ടും ആൾക്കാർ പറയുന്ന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നത്, ഇതും അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫൈറ്റുകളെ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമാണ്. ഇനി പല ആൾക്കാരും ഇതിൻ്റെ GST ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത് എൻ്റെ കാരണങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ സംസ്ഥാനം ഫോളോ ചെയ്യുന്ന ബിസിനസ് ഡൈനാമിക്സ് വ്യത്യാസമായിരിക്കും, ഓരോ സംസ്ഥാനത്തിൻ്റെ ഡിസിഷൻ വ്യത്യാസമായിരിക്കും. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലും ബിസിനസ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങിയിരിക്കുന്ന ആൾക്കാർ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. അത് എൻ്റേതല്ലാത്ത കാരണങ്ങളാണ് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണിത്. ഇതേപോലെ തന്നെ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാ ഓൺട്രപ്രണേഴ്സും ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഒന്ന്, സാലറി ഹൈക്സ്. മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് സാലറി പലപ്പോഴും കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാരണം പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ളൊരു വൈദ്യുതി ചെലവ് ഇവിടെ വരുന്നുണ്ട്. അതും ഒരു കാരണമായിട്ട് പലപ്പോഴും ഒരു യൂണിറ്റ് സിക്കാകാനുള്ള കാരണങ്ങളുണ്ട്. പക്ഷേങ്കിൽ അത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നടപടി കിട്ടും. പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന സ്ഥാപനങ്ങൾക്ക് നല്ലൊരു സബ്സിഡി കിട്ടാനായിട്ടും അതുപോലെ തന്നെ ബെറ്റർ റേറ്റ് കിട്ടാനുള്ള സാധ്യത കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സ്ഥലം അലോട്ട് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പലരും പറയാറുണ്ട്. അല്ലെ, എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് പലപ്പോഴും അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെ വരുന്നത്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും MSME സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുകയും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എൻ്റേതല്ലാതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടിട്ട് എൻ്റെ ബിസിനസ് പൂട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ നോക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ട്രെൻഡ് തന്നെയുണ്ട്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ഓണായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അല്ലായെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കൊരു നല്ല കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ആരായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റർ. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. നേരത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വിഷയമാണ് യൂണിയനിസം. യൂണിയൻ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അടച്ചുപോയ ഒത്തിരി കമ്പനികളുണ്ടെന്ന് നേരത്തെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു പരിധിവരെ കേരളത്തിൽ ഹാൻഡിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറുമുള്ള എല്ലാ യൂണിയനുകളും ഇവിടെ ജോലി വേണം, ബിസിനസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും തന്നെ നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണുകയും
അതിനനുസരിച്ച് പ്ലാനുകളും ചെയ്യണം. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി ഒരു സെക്യൂർഡ് ആകാനായിട്ട് സാധ്യതയുണ്ടോ ഇല്ലയോ, എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുക. എന്താണ് ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയുടെ വിറ്റുവരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം നിങ്ങൾ ഓരോ വർഷവും നമുക്ക് 4 പാദങ്ങളായിട്ട് എടുക്കാൻ പറ്റും. 4 ക്വാർട്ടറുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ക്വാർട്ടറുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ കൺസിഡറബിളി കുറയുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനത്തെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവ് ചെയ്യാൻ സാധിക്കത്തില്ല. വരുമാനവും ചിലവും കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓരോ ട്രൈമന്തിലും നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടുകൾ നോക്കിയിട്ട് എൻ്റെ വരുമാനത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ. എസ്പെഷ്യലി ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കൂടി ഇത് അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു ചേരും. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിതരണക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ കൊടുക്കുകയാണ്, അവിടെ നിന്നാണ് വിതരണം നടക്കുന്നത്, സെയിൽസ് നടക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യുന്നില്ല, അവിടെ കെട്ടിക്കിടക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ നിന്ന് നമുക്ക് പണം യഥാസമയത്ത് കിട്ടുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണം. ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു എക്സ്പാൻഡ് ചെയ്തു പോകുന്നൊരു കമ്പനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടും. ഒരു വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും അടുത്ത വർഷം. അതിപ്പോൾ നമ്മൾ എന്ത് ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് എപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ കമ്പനിയിൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. എംപ്ലോയീസ് കൂടുന്നതിന് പകരമായിട്ട് എംപ്ലോയീസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് സാരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യണം. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞു പോവുകയാണ്. കുറഞ്ഞു പോകുന്നതിന് കാരണമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയുകയാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നു. അതുപോലെ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാതാകുന്നു, മാർക്കറ്റ് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മളുടെ എംപ്ലോയീസിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ചൂണ്ടുപലകയാണ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കൗണ്ടുകളിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം. പല ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം എത്ര വിറ്റുവരവ് നിങ്ങൾക്കുണ്ട് അവർക്ക് അറിയത്തില്ല. സാറേ ഞാൻ ചോദിച്ചിട്ട് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓഡിറ്ററോട് ചോദിക്കണം, അല്ല അക്കൗണ്ടിനോട് ചോദിക്കണം. ഇപ്പം നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കണം, എനിക്ക് ഈ മാസം ഇത്ര വിറ്റുവരവുണ്ട്, 31-ാം തീയതി വരെയുള്ള ഞാൻ എൻ്റെ സെയിൽസ് നോക്കി ഇത്രയാണ് എനിക്ക് സെയിൽസ് വന്നിരിക്കുന്നത്, അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഇത്ര സ്റ്റോക്കാണ് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ മാസം ഇത്ര സാലറി കൊടുത്തിട്ടുണ്ട്, ഇത്രയാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന അഡീഷണൽ ഇൻസെൻറ്റീവ്സ്. ഇത് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ഒരിക്കലും കമ്പനി അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മിക്സ് ചെയ്യാനും പാടില്ല. ഇപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ ബിസിനസ് കോൺസെപ്റ്റിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളും അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പൂർണ്ണ ഐഡിയ ഉള്ള ആളായിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രോഷർ വായിച്ച് നോക്കുന്നു. ബ്രോഷർ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എൻ്റെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് ഈ മിസ്റ്റേക്കിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് ഏൽപ്പിക്കുകയും അതിനകത്ത് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിതരണക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കോൺട്രാക്റ്റുകൾ, എഗ്രിമെൻറ്റ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യണം. സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, ആൾക്കാർ ഈ 10, 15, 20 പേജുള്ള എഗ്രിമെൻറ്റുകൾ വെച്ചിട്ട് ഫ്രാഞ്ചൈസികളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് വരണമെന്നില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ അവർ ബ്രാൻഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ എക്സ്പാൻഷൻ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് എല്ലാം സിമ്പിളാക്കുക. അത് ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ യൂണിറ്റ് ഏറ്റവും കൂടുതൽ സിക്കാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടെത്തി. നിങ്ങൾക്ക് പ്രധാനമായിട്ടും 5 കാര്യങ്ങളിലൂടെ 5 മാർഗ്ഗങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ബിസിനസ് സിക്കാകാൻ പോകുന്നു, അതിന് പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണോ അത് സ്റ്റഡി ചെയ്യുക, അതിനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്, പ്രൊഫഷണലായിട്ടുള്ള
മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രൊഫഷണൽ സ്കില്ലുകൾ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ സാധിക്കും, ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നിങ്ങളൊരു പ്രൊഡക്റ്റ് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സമീപിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് സമീപിക്കുന്നത്? നിങ്ങൾക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരാളെ സമീപിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളത് പ്രൊഫഷണലി ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യണം. ഇങ്ങനത്തെ എല്ലാ അവസരങ്ങളിലും നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ എഫക്റ്റീവായിട്ടത് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് തന്നെയല്ല, നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ റേറ്റിംഗ് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ റേറ്റിംഗ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് നിങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ പുറത്തുള്ള സ്വകാര്യ ഏജൻസിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കസ്റ്റമറുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അതായത് പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പുകൾ നിങ്ങൾ പുറത്തുനിന്ന് കമ്പനിക്ക് പുറത്തുനിന്ന് എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇത് വളരെ നല്ലൊരു നീക്കമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളെപ്പറ്റി ഇവർ പറഞ്ഞു തരികയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ അതൊരു സ്മാർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരിക്കണം. അതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് സ്മാർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? അത് എക്സിസ്റ്റിംഗ് ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലുള്ള പോരായ്മകൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ ബിസിനസ് വിപുലീകരണം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒന്നും അറിയേണ്ടത്, നിങ്ങൾക്ക് കടം പെട്ടെന്ന് കൂടും, വലിയൊരു കടക്കാരായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അതും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പല ഏരിയകളിലും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. AI എന്നുള്ള സാങ്കേതിക വിദ്യ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അറിയാവുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾക്കത് ആ സിസ്റ്റം പറഞ്ഞു തരേണ്ടത്. അപ്പോൾ മാക്സിമമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേ ടു ഡേ നടക്കുന്ന നിങ്ങളുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ്, സെയിൽസ്, മാർക്കറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡാഷ്ബോർഡിലേക്ക് ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കുന്ന ഒത്തിരി കമ്പനികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ അതിനുവേണ്ടി ഡെവലപ്പേഴ്സിനെ എടുത്തേണ്ട കാര്യമില്ല. അതായത് നിങ്ങളുടെ HR ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് നിങ്ങൾക്ക് പുറത്തുള്ള സഹായം തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു സിസ്റ്റം പ്രൊസീജിയർ ഉണ്ടാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ട്രെയിനേഴ്സ് ആവശ്യമാണ്. മാർക്കറ്റിങ്ങും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ് ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് ഈ സ്കില്ലുകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ കംപ്ലീറ്റ് ഡാറ്റ ഒരു ഡാഷ്ബോർഡിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാനും സാധിക്കും. ഇതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ അവൈലബിൾ ആണ്. സാങ്കേതികമായിട്ടുള്ള എക്സ്പേർട്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ആൾക്കാരെ യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഒരു സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തിനകത്ത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഈ 4 രീതികൾ കൂടാതെ നിങ്ങളുടെ കമ്പനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗവൺമെൻറ് ഏജൻസീസ്. അതിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു സ്ഥാപനത്തിനെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. ഇനി അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേറെ അതിനുള്ള ഒത്തിരി പ്രൊസീഡിങ്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരത്തെ ശരിക്കും പറഞ്ഞാൽ സിക്ക് യൂണിറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് 2016 വരെ BIFR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യൂണിറ്റാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നത്, ബാങ്കുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാഹചര്യം തരുന്നത്. 2015 ശേഷം അത് 2 ഡിഫറെൻറ്റ് യൂണിറ്റുകളായിട്ട് തിരിഞ്ഞ് നമ്മൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഏജൻസികൾ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏജൻസികളും ഉണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് എനിക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റിയിട്ടൊരു പൂർണ്ണമായിട്ടുള്ള ഐഡിയ നമുക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റ് റിവ്യൂ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരിക. രണ്ടാമത്തെ പ്രൊഫഷണൽസിനെ നിങ്ങളുടെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സമയാസമയത്ത് യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും എനിക്ക് പെട്ടെന്നൊരു പൈസ വേണം എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മളൊരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ പാടില്ല. അടുത്തതൊരു ഡിജിറ്റൽ ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലെ MSMEയുടെ പുനരുദ്ധാരണ സ്കീമുകൾ ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ ശരിക്കും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകളും ഗവൺമെൻറ്റിനുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ 5 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിറ്റ് റിവൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക,
ഒരു ഇൻഡസ്ട്രി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റർ, അതിൻ്റെ ഓണർ പരാജയപ്പെട്ടു എന്നല്ല അതിൻ്റെ മീനിങ്. പല ആൾക്കാരും അങ്ങനെ ധരിച്ചിട്ട് അവരുടെ ജീവിതം പല രീതിയിൽ ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡസ്ട്രി പരാജയപ്പെടാം, അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ വരുന്ന വ്യത്യാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ത്രെഡ് കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്. അതൊരിക്കലും നിങ്ങളുടെ പരാജയമായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് റിവൈവ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. താങ്ക് യു.